ഇനി ഇന്ത്യയിൽ നമ്മുടെ മൂവ്മെൻറ്റിനെയൊക്കെ പറ്റി ഞാൻ പറഞ്ഞു. നമ്മൾക്ക് ഈസ്റ്റ് ബംഗാളിലെ ജനങ്ങളുടെ സപ്പോർട്ട് കൂടാതെ നമുക്കൊരു കാര്യം അവിടെ ചെയ്യാൻ പറ്റില്ല. പ്രത്യേകിച്ച് അവിടുത്തെ റിവേഴ്സ് ക്രോസ് ചെയ്യണമെന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ ബ്രിഡ്ജിങ് എക്യുപ്മെൻ്റ് ഇല്ലാത്ത ഒരു സാഹചര്യത്തിൽ എങ്ങനെ റിവേഴ്സ് ക്രോസ് ചെയ്യും? അതൊരു വലിയ ഇഷ്യൂ ആയിരുന്നു. അതിന് അവിടുത്തെ ഈ കൺട്രി ബോട്ട്സ് ഉണ്ടല്ലോ, വള്ളങ്ങൾ, ഈ വള്ളങ്ങളെ നമുക്ക് കിട്ടണം. ഈ വള്ളങ്ങളുടെ സഹായത്തിൽ കൂടെ വേണം. അതിനെപ്പറ്റി പിന്നീട് പറഞ്ഞു തരാം. നമ്മൾ എങ്ങനെയാണ് ബംഗ്ലാദേശിലത്തെ ഓപ്പറേഷൻ പ്രോഗ്രസ് ചെയ്ത് എന്നുള്ളതിനെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞു തരാം. വള്ളങ്ങൾ കിട്ടണം. ഇനി ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഈ ബംഗ്ലാദേശിലെ ഫേവറബിളായിട്ടുള്ള പോപ്പുലേഷനെ നമ്മൾ ആക്ടിവേറ്റ് ചെയ്യണ്ടേ. അങ്ങനെയാണ് നമ്മൾ ഈ മുക്തി വാഹിനിയെ ട്രെയിൻ ചെയ്യാനായിട്ട് തീരുമാനിച്ചത്. ഏപ്രിൽ മാസത്തിൻ്റെ തുടക്കം മുതൽ, ഇൻഫാക്റ്റ് മാർച്ച് 25 മുതൽ ഈസ്റ്റ് പാകിസ്ഥാനിലെ ജനങ്ങൾ ഒരു ഗൊറില്ല ഫോഴ്സസായിട്ട് മാറുകയും, കുറേ കൂട്ടം ആൾക്കാർ ഗൊറില്ല ഫോഴ്സായിട്ട് മാറുകയും അവിടെയുള്ള മിലിറ്ററി ക്യാമ്പുകളെ ആക്രമിക്കാനും തുടങ്ങി. അമ്യൂണിഷൻ ഡുമ്പുകളെ റെയ്ഡ് ചെയ്യുക, ആംബുഷ് ചെയ്യുക, സബോട്ടേജ് ചെയ്യുക, ഈ വക കാര്യങ്ങളിൽ ഇവർ ഓൾറെഡി ഇടപെടാൻ തുടങ്ങി. അവിടെ ഒരു ലീഡർ ഉണ്ടായിരുന്നു, അവരുടെ കേണലായിരുന്നു അദ്ദേഹം. വന്ന് MAG ഒസ്മാനി എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹമാണ് ഈ മുക്തി ബാഹിനിയുടെ ലീഡറായത്. അങ്ങനെ മുക്തി ബാഹിനി എന്ന് പറയുന്ന ഒരു സംഘടന അവിടെ രൂപം കൊള്ളുകയാണ്. ഇതിൽ 2 കൂട്ടം ജനങ്ങളാണ്. ഒന്ന് മിലിറ്ററിക്കാരല്ലാത്ത ആൾക്കാർ, മറ്റൊന്ന് മിലിറ്ററിക്കാർ. സർവീസിൽ നിന്ന് കുറേ ആൾക്കാർ ഡെസർട്ടായിട്ടുണ്ടായിരുന്നു. പിന്നെ മറ്റൊരു കൂട്ടം ജനങ്ങളോട്, അതായത് പട്ടാളക്കാരോട്, വെസ്റ്റ് പാകിസ്ഥാനിലെ കമാൻഡേഴ്സ്, അതായത് ഈസ്റ്റ് ബംഗാളിലെ കമാൻഡേഴ്സ് പറഞ്ഞു, നിങ്ങൾ ഒരു റൂട്ടീൻ ചെയ്യേണ്ട, ബാരക്കിൽ ഇരുന്നാൽ മതിയെന്ന്. അവിടെ നിന്നും കുറേ ആൾക്കാർ ഡെസേർട്ടായി. ഇവരെല്ലാവരും കൂടെ ഈ ആക്റ്റീവ് ഫോഴ്സ് ഉണ്ടല്ലോ, അതിനെ നമ്മൾ പറയുന്ന മുക്തി ഫൗജ് എന്നാണ്. അവർ മുക്തി വാഹിനി എന്ന് പറയുക. അവർ മുക്തി വാഹിനിയായിട്ട് മാറി. പിന്നെ ഗൊറില്ലാസ്. ഈ ഗൊറില്ലാസ് 10-12 ആൾക്കാരുടെ ഗ്രൂപ്പുകളായിരുന്നു. പിന്നീട് നമ്മൾ ഇവർക്ക് കുറേ ആൾക്കാർ റെഫ്യൂജീസായിട്ട് ഇന്ത്യയിലേക്ക് വന്നിട്ടുണ്ട്. ഏകദേശം 1 കോടി ജനങ്ങളോളം ഇന്ത്യയിൽ ഓൾറെഡി എത്തിക്കഴിഞ്ഞിട്ടുണ്ട്. ആ ക്യാമ്പുകളിൽ, റെഫ്യൂജി ക്യാമ്പുകളിൽ പോയിട്ട് നമ്മുടെ കമാൻഡേഴ്സ് അവിടെ പോയിട്ട് ചെറുപ്പക്കാരായിട്ടുള്ള ആൾക്കാരായിട്ട് സംസാരിച്ചിട്ട്, നിങ്ങൾ ഇന്ത്യൻ ആർമിയുടെ ഒരു ഭാഗമായിട്ട് ബംഗ്ലാദേശിലെ പാകിസ്ഥാനികളെ അവിടുന്ന് പറഞ്ഞുവിടാൻ തയ്യാറാണോ എന്ന് ചോദിച്ചപ്പോൾ ഒരുപാട് ആൾക്കാർ വളണ്ടിയറായി. അങ്ങനെ നമ്മൾ കൽക്കട്ടയിൽ മുജീബ് നഗർ എന്ന് പറയുന്ന സ്ഥലത്ത് ഇവരുടെ ഒരു ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടാക്കി, മുക്തിബാഹിനിയുടെ ഹെഡ് ക്വാർട്ടേഴ്സ്. പിന്നെ അഗർത്തല, ബാലൂർഘാട്ട്, കൂച്ച് ബിഹാർ, ഇങ്ങനെ 3 സെക്ടർ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടാക്കി. ഈ സെക്ടർ ഹെഡ് ക്വാർട്ടേഴ്സ് കൂടാതെ 10 സബ് സെക്ടർ ഹെഡ് ക്വാർട്ടേഴ്സ് ഉണ്ടായി. ചുരുക്കി പറഞ്ഞാൽ ബംഗ്ലാദേശിന് 4 ചുറ്റും ക്യാമ്പുകൾ സൃഷ്ടിച്ചു. 4 ചുറ്റും.